തുല്യതയിൽ അധിഷ്ഠിതമല്ലാത്ത ഐഡിയോളജി വിശ്വസിക്കുന്ന ആൾക്കാർ ഈ റെപ്രസെൻറ്റേഷനിൽ വന്നാൽ അപ്പോഴും ഒരു ഫെമിനിസ്റ്റ് പരാജയമാണ്. മിയർ നമ്പർ ഗെയിമിൽ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് വന്ന് വീട്ടിലുള്ള ആണുങ്ങളോട് സംസാരിക്കും. ചേട്ടാ ഇങ്ങനെയാണ്, ഇങ്ങനെ വോട്ട് നമ്മുടെ പാർട്ടിക്ക് തന്നെയല്ലേ എന്ന് പറയും. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചേച്ചി നമുക്കല്ലേ, രണ്ട് സെന്റൻസ് ആയിരിക്കും സ്ത്രീയോട് സംസാരിക്കുന്നത്. പണ്ട് ലാലു പ്രസാദ് വിമൻസ് റിസർവേഷൻ ബില്ല് വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, റൊട്ടി കോൺ ബനായേഗ എന്ന്. അതായത് 50% സ്ത്രീകൾ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചപ്പാത്തി ആരുണ്ടാക്കും എന്നുള്ളത്. ഈ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എല്ലാവർക്കും പേടിയാണ്, കാരണം ആർക്കും പണിയെടുക്കാൻ ഇഷ്ടമല്ല. ഈ പണി ഈ സ്ത്രീകൾ തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ധാരണയാണ്. ഈ പാർട്ടിയിലുള്ള ആണുങ്ങളും ആ പാർട്ടിയിലുള്ള ആണുങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടൊരു കൾച്ചറൽ ചേഞ്ച് ആരും ആഗ്രഹിക്കുന്നില്ല. പല കോളേജിലും മിക്ക കോളേജുകളിലും ICC ഉണ്ട്, ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി എന്നുള്ള. അതിലൊരു സ്ത്രീ പ്രാതിനിധ്യം നമുക്ക് കാണാൻ പറ്റും. യൂഷ്വലി 2 സ്ത്രീകളൊക്കെ, 3 പേരുണ്ടെങ്കിൽ 2 പേര് സ്ത്രീകളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഡയറക്ടോറിയൽ ബോർഡുകളിലും ICCകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാട്രിയാർക്കലായിട്ടുള്ള സ്ത്രീകളെയാണ് ഇവർ ഈ ബോർഡുകളിൽ എടുക്കുന്നത്. അതായത് രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയാണ്. പുരുഷന്മാരെക്കാളും കൂടുതൽ വലിയ പുരുഷ മേധാവിത്വം വിശ്വസിക്കുന്ന സ്ത്രീകളെയാണ് പലപ്പോഴും എടുക്കുന്നത്. നമ്മൾ പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചു. അതായത് എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രാതിനിധ്യത്തിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഈ ഒരു ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ശരിക്കും സാധിക്കുക? ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ അതിന് ഒറ്റ സ്ട്രാറ്റജി നമുക്കില്ലല്ലോ. പല സ്ട്രാറ്റജികളിലൂടെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നികത്താൻ നമുക്ക് കഴിയുള്ളൂ. അത് സ്ത്രീകളുടെ നമ്പേഴ്സ് വർദ്ധിപ്പിക്കുന്നതിലാണെങ്കിൽ, വെറുതെ നമ്പേഴ്സ് വർദ്ധിപ്പിച്ചാൽ മാത്രം ഒരു ചേഞ്ച് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത്, ഈ പലപ്പോഴും നമ്മൾ OBC റെപ്രസെൻറ്റേഷനിലൊക്കെ അൺഫോർച്ചുനേറ്റ്ലി കണ്ടതുപോലെ സ്ത്രീപക്ഷമല്ലാത്ത സ്ത്രീകൾ വന്നാലോ. ഇപ്പം നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പലപ്പോഴും പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഈ സ്ത്രീകൾ മാത്രമാണ് ഫെമിനിസ്റ്റ് എന്ന്. ഇഷ്ടംപോലെ പുരുഷന്മാർ ഫെമിനിസ്റ്റ് ഉണ്ട്, ട്രാൻസ് മനുഷ്യർ ഇഷ്ടംപോലെ പേര് ഫെമിനിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ തുല്യതയിൽ വിശ്വസിക്കുന്ന ആൾക്കാരെന്നുള്ളത്. പക്ഷെ തുല്യതയിൽ അധിഷ്ഠിതമല്ലാത്ത ഐഡിയോളജി വിശ്വസിക്കുന്ന ആൾക്കാർ ഈ റെപ്രസെൻറ്റേഷനിൽ വന്നാൽ അപ്പോഴും ഒരു ഫെമിനിസ്റ്റ് പരാജയമാണ്. മിയർ നമ്പർ ഗെയിമിൽ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. അതുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഫെമിനിസ്റ്റ് പ്രാതിനിധ്യം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ പോകുന്ന എല്ലാവരും ഫെമിനിസ്റ്റ് ആകണം എന്നുള്ള രീതിയിലല്ല. സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ജയിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തേണ്ടതും വലിയ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ പല ബോർഡുകൾ, പർട്ടിക്കുലർലി പ്രൈവറ്റ് കമ്പനീസിൻ്റെ ബോർഡുകളിൽ നമുക്ക് സ്ത്രീ പ്രാതിനിധ്യം കാണാൻ പറ്റും. അത് നമ്മൾ ഇത്രയും തലമുറ കൂടുന്നത് കൊണ്ട് 10 ഡയറക്ടേഴ്സ് ഉള്ളപ്പോൾ അതിലൊരു ഡയറക്ടറിനെ സ്ത്രീയായിട്ട് എടുക്കും. അപ്പോൾ ടോക്കൻസ് ആണ്, അത് റെപ്രസെൻറ്റേഷൻ പോലും അല്ല, ഒരു ടോക്കൺ വാല്യൂന് ആണ് ആ സ്ത്രീയെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഈ പോസ്റ്റ് നിർഭയ ഇന്ത്യയിൽ മിക്ക കോളേജുകളിലും ICC ഉണ്ട്, ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി എന്നുള്ള. അതിലൊരു സ്ത്രീ പ്രാതിനിധ്യം നമുക്ക് കാണാൻ പറ്റും. യൂഷ്വലി 2 സ്ത്രീകളൊക്കെ, 3 പേരുണ്ടെങ്കിൽ 2 പേര് സ്ത്രീകളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഡയറക്ടോറിയൽ ബോർഡുകളിലും ICCകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പാട്രിയാർക്കലായിട്ടുള്ള സ്ത്രീകളെയാണ് ഇവർ ഈ ബോർഡുകളിൽ എടുക്കുന്നത്. അതായത് രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയാണ്. പുരുഷന്മാരെക്കാളും കൂടുതൽ വലിയ പുരുഷ മേധാവിത്വം വിശ്വസിക്കുന്ന സ്ത്രീകളെയാണ് പലപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പല ഡിസിഷൻസ് മേക്ക് ചെയ്യുമ്പോൾ ഈ സ്ത്രീക്ക് തോന്നുന്നത്, അയ്യോ എന്നെ എടുത്തിരിക്കുന്നത് ഈ പുരുഷന്മാരാണ്, അവരോടുള്ള ഒബ്ലിഗേഷനാണ്. അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളിലും അത് സ്ത്രീകൾക്കെതിരെയാണെങ്കിൽ കൂടി പലപ്പോഴും ഈ സ്ത്രീകൾക്ക് യെസ് വെക്കേണ്ടി വരാറുണ്ട്. അപ്പം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോക്കനിസത്തിലേക്ക്, അല്ലെങ്കിൽ വെറും സാന്നിധ്യത്തിലേക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയും സ്ത്രീകളുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെയും ദളിതരുണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു ടോക്കനിസത്തിലേക്ക് കൂപ്പുകുത്തരുത്. അത് കൂപ്പുകുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ വർക്കും, അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ ലോകമെമ്പാടും ചെയ്യുന്ന, അല്ലെങ്കിൽ തുല്യതയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ മിയർ റെപ്രസെൻറ്റേഷൻ അല്ല, എഫക്റ്റീവ് റെപ്രസെൻറ്റേഷൻ,
വേർ വിമൻസ് ഇഷ്യൂസ് വുഡ് ബി ഡിസ്കസ്ഡ്. സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഇഷ്യൂസ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇഷ്യൂ, സ്ത്രീ കേന്ദ്രീകൃതമുള്ള ഇഷ്യൂ മാത്രമല്ല, ക്യൂർ മനുഷ്യരുടെ ഇഷ്യൂസ്, അതായത് പുരുഷേതരമായിട്ടുള്ള, പുരുഷന്റെ ലോകവീക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വീക്ഷണങ്ങളുള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. ടോക്സിക് മാസ്കുലിനിറ്റി അല്ലെങ്കിൽ അഗ്രസീവ് മാസ്കുലിനിറ്റി എന്നുള്ള ഒരു ലോകവീക്ഷണത്തിൽ, വേൾഡ് വ്യൂവിൽ നിന്ന് മാറി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതാണ് ദി വേൾഡ് വ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേറിട്ട രീതിയിലുള്ള പോളിസികൾ ഉണ്ടാക്കണമെങ്കിലും വേറിട്ട രീതിയിലുള്ള ഉപായങ്ങൾ, നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണമെങ്കിൽ പുതിയ ഫ്രഷ് ഐസിനെ കൊണ്ടുവന്നാലല്ലേ പറ്റൂ. ഒരു 60 വയസ്സിന് മേലുള്ള തലനരച്ച മനുഷ്യർ വീണ്ടും വീണ്ടും നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരേ സൊല്യൂഷൻസ് അല്ലേ വരുള്ളൂ. പുതിയ കണ്ണുകളോടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, നമുക്ക് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മനസ്സുകൾ, ഫ്രഷ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉള്ള മനുഷ്യരെ കൊണ്ടുവരണം. അപ്പോൾ ഈ വിമന്റെ റെപ്രസെൻറ്റേഷൻ വേണം, അല്ലെങ്കിൽ ക്യൂർ മനുഷ്യരുടെ റെപ്രസെൻറ്റേഷൻ വേണം, ദളിത് മനുഷ്യരുടെ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറയുന്നത് അവരുടെ മാത്രം ഉന്നമനത്തിന് വേണ്ടിയല്ല. നേഷൻ ഉന്നമനം വേണമെങ്കിൽ, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു നേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മുടെ 61% പോവർട്ടിയിൽ നിൽക്കുന്ന ഒരു നേഷനിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആസ് ഒപ്പോസ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ജസ്റ്റ് സം പീപ്പിൾ, അങ്ങനെ ആവശ്യമാണെങ്കിൽ നമ്മൾ പുതിയ മനുഷ്യരെ, പുതിയ ടൈപ്പ് ഓഫ് മനുഷ്യരെ, പുതിയ ഐഡൻറ്റിറ്റീസ് ഉള്ള മനുഷ്യരെ നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ ഈ കേട്ട സൊല്യൂഷൻസ് തന്നെ വീണ്ടും 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 കേട്ടോണ്ടിരിക്കും. അപ്പം പുതുമയോടെ നമ്മൾ പുതിയ ലോകത്തേക്ക്, കേരളത്തിനെ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും സജ്ജമാക്കണമെങ്കിൽ ഈ പല ഐഡൻറ്റിറ്റീസ് ഉള്ള മനുഷ്യരെ കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ക്യൂർ റെപ്രസെൻറ്റേഷൻ ആവശ്യമാണ്, മൾട്ടിപ്പിൾ സെക്ഷൽ ഓറിയൻറ്റേഷൻസിലുള്ളവരുടെ റെപ്രസെൻറ്റേഷൻ ആവശ്യമാണ്. ഈ വിമൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമല്ലോ, അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഈ വിമൻ റെപ്രസെൻറ്റേഷൻ അകത്ത് സവർണ്ണ സ്ത്രീകൾ മാത്രമായി പോകരുത്. അതിനകത്ത് ദളിത് സ്ത്രീകൾ വരണം, മുസ്ലിം സ്ത്രീകൾ വരണം, ട്രാൻസ് വിമൻ വരണം, എന്നാലേ അത് ട്രൂ റെപ്രസെൻറ്റേഷൻ ആകത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഇന്ത്യ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പല സ്ഥലത്തും പറയുമ്പോൾ നടന്നു തന്നെയെന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും, അംബേദ്കർ എങ്ങനെയാ വിചാരിച്ചിരുന്നെങ്കിലോ, അയ്യങ്കാളി അങ്ങനെ വിചാരിച്ചോ, ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അയ്യങ്കാളിയുടെ കാലഘട്ടത്തിൽ ദളിത് റിസർവേഷൻ ഉണ്ടാകും, SC/ST റിസർവേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? പഞ്ചായത്തുകളിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് കിട്ടുമെന്ന് ഒരു 100 വർഷം മുമ്പുള്ള ഒരു കാരണവരോട് ചോദിക്കുകയാണെങ്കിൽ അതേ പറയും, സ്ത്രീകളൊന്നും ഒരിക്കലും ഭരണത്തിൽ വരത്തില്ലെന്നേ ഉള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഇവിടെ വന്നില്ലേ? വെറും 50 വർഷം കൊണ്ടാണ് വന്നത്. വെറും ഇത് പഞ്ചായത്തി രാജ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ 40 വർഷം എനിക്കൊന്നും ആയിട്ടില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ചേഞ്ചസ് വന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ് ഈ ഒരു കാര്യത്തിൽ. ഇറ്റ് വിൽ ഹാപ്പൻ. ഇത് നിങ്ങൾ ചരിത്രത്തിനോട് ചേർന്ന് നിൽക്കണോ, ചരിത്രത്തിൽ പ്രോഗ്രസീവായിട്ട് ഉള്ള ഫോഴ്സസിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നോ? കാരണം ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളതിൻ്റെ കൂടെ നിൽക്കുന്നോ ഇല്ലേ എന്നുള്ളതേ ഉള്ളൂ. അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ പ്രാതിനിധ്യം വേണമെന്ന് പറയുമ്പോൾ പോലും അതില്ലാതെ വരുന്ന അവസ്ഥ, അത് ഈ പറയുന്നത് പോലെ മുൻപ് പറഞ്ഞ പോലെ റെപ്രസെൻറ്റേഷൻ ആണല്ലോ. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി ഏറ്റവും നല്ലതായി സംസാരിക്കാൻ പറ്റുക ഒരു സ്ത്രീക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ റെപ്രസെൻറ്റേഷൻ കുറയുന്ന സമയത്ത് ഒരു സ്ത്രീ ഈ പറയുന്ന സാമാജികയായി അല്ലെങ്കിൽ ഒരു ലോക്സഭ ഒരു MP ആയി പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഒന്ന്, ഈ നമുക്ക് പോയ സ്ത്രീകളുടെ കാര്യം നിങ്ങളെടുത്ത് നോക്കുക. അതിപ്പം ജയലളിതയുടെ കാര്യം, നോട്ട് ദാറ്റ് ജയലളിതയുടെ പോളിസീസുമായിട്ട് ഐഡിയോളജിയായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നതെന്നല്ല. നമ്മൾ ലോക്സഭയിലാണെങ്കിലും സ്വന്തം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിലും പോയ സ്ത്രീകളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ എടുത്തു നോക്കുക. ഈ 1-2 സ്ത്രീകൾ അല്ലെങ്കിൽ 10% സ്ത്രീകൾ മാക്സിമം ഒക്കെയാണ് എനിക്ക് തോന്നുന്നു 14% സ്ത്രീകളൊക്കെ വന്നിട്ടുള്ളത്. അതാണ് മാക്സിമം. വിച്ച് മീൻസ് ദാറ്റ് മറ്റേ സൈഡിൽ 85% ഒരു ലിറ്ററൽ പുരുഷാരത്തിനെതിരെയാണ് ഈ സ്ത്രീകൾ പലപ്പോഴും വാദിക്കേണ്ടി വരുന്നത്. അത് 2 ടൈപ്പ് ഓഫ് പ്രഷർ ഉണ്ടല്ലോ. ഒന്ന്, അവർ ബിലോങ് ചെയ്യുന്ന പാർട്ടികളിൽ നിന്നുള്ള പ്രഷർ. 2, ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രഷർ. അപ്പോൾ ഈ 2 പ്രഷറും താങ്ങിക്കൊണ്ട് വേണം
ഈ സ്ത്രീ ഒരു പാർലമെന്റിലാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണെങ്കിലും സംസാരിക്കേണ്ടത്. ഒന്ന്. രണ്ട്, ഇനി പോയ ജയലളിത, ഇന്ദിരാഗാന്ധി, മൈത്ര, മമതാ ബാനർജി, ഇങ്ങനെ നിങ്ങൾ ഏത് സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കിയോ, ഇവർക്ക് എതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് ബാക്കി ഒരു പുരുഷ നേതാവിന് വന്നതിനേക്കാളും എത്രയോ ഡൈമെൻഷനലി കൂടുതലാണ് നമ്മൾ ആലോചിക്കണം. അത് ഏതൊക്കെ രീതിയിൽ പൊളിറ്റിക്കലി മാത്രമല്ലല്ലോ ഇവർ ആക്രമിക്കപ്പെടുന്നത്, പേഴ്സണലി ഇവർ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ഡിസബിലിറ്റീസിനെ കോൺസ്റ്റൻ്റ്ലി ഫേസ് ചെയ്തുകൊണ്ടേ ഒരു സ്ത്രീക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും സ്ത്രീകൾ നിന്നിട്ടുണ്ട്, എന്നിട്ടും സ്ത്രീകൾ പടപൊരുതിയിട്ടുണ്ട്. സോ പലപ്പോഴും സ്ത്രീകൾ ഈ അവരുടെ സ്വന്തം പാർട്ടിയെ കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് പല കാര്യങ്ങളും പാർലമെൻറ്റിൽ ഒരു റെസൊല്യൂഷനായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രമേയങ്ങൾ നീക്കാനോ ഇവർക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പാർട്ടീസിൽ നിന്ന് തന്നെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം ഞാനൊരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്ത് ലോക്സഭയിൽ പോവുകയാണെങ്കിൽ എൻ്റെ കാര്യമല്ല, എനിക്കിഷ്ടമുള്ളതല്ല എനിക്ക് പറയാൻ പറ്റുന്നത്. എൻ്റെ പാർട്ടിയുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരിക്കും, ആ മാനിഫെസ്റ്റോ അനുസരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മാനിഫെസ്റ്റോകളിൽ സ്ത്രീ വിഷയങ്ങൾ എത്രത്തോളം വരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ മാനിഫെസ്റ്റോകളിൽ സ്ത്രീ വിഷയങ്ങൾ വന്നാൽ മാത്രമേ ഒരു വലിയ ചേഞ്ച് ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫീമെയിൽ പാർലമെൻറ്റേറിയൻസിനോ അല്ലെങ്കിൽ ഫീമെയിൽ ലെജിസ്ലേച്ചേഴ്സിനോ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതിന് കൂടുതൽ സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകർ വേണം. അപ്പോൾ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകർ വേണമെങ്കിൽ ഈ പാർട്ടികൾ തന്നെ തീരുമാനിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസവും വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരികയാണ്. അപ്പോൾ ഞാനൊരു സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോഴത്തേക്ക് വന്ന് വീട്ടിലുള്ള ആണുങ്ങളോട് സംസാരിക്കും, ചേട്ടാ ഇങ്ങനെയാണ്, നിങ്ങളുടെ വോട്ട് നമ്മുടെ പാർട്ടിക്ക് തന്നെയല്ലേ എന്ന് പറയും. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചേച്ചി നമുക്കല്ലേ, രണ്ട് സെൻറ്റൻസ് ആയിരിക്കും സ്ത്രീയോട് സംസാരിക്കുന്നത്. അതിനകത്ത് പാർട്ടി ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഏത് പാർട്ടിയാണെങ്കിലും ശരി, ഇന്ന കാര്യങ്ങൾ, ഇന്ന ഗുണങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന പ്രോമിസസ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ഈ സ്ത്രീകളോട് ഇൻ്റലക്ച്വലി എൻഗേജ് ചെയ്യുന്ന എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും നമുക്ക്? ഞാൻ ഹൗസ് ബൈ ഹൗസ് വിസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പത്തുള്ള ഇലക്ഷനിൽ, സ്ഥലം പറയുന്നില്ല കേട്ടോ, ഇലക്ഷന് വന്നൊരു സമയത്ത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് ആ ഡിസ്ട്രിക്റ്റിൽ വോട്ടില്ല. അപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ആളോട് വന്ന് ചോദിക്കണം, ചേച്ചി വീട്ടിൽ ചേട്ടനില്ല? അപ്പം പറഞ്ഞില്ല. അപ്പം ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയ സ്ഥാനാർത്ഥികളുണ്ട്. കാരണം എന്താ, വിമനോട് എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഭർത്താവ് ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അതായിരിക്കുമല്ലോ. നമുക്ക് രണ്ട് പൊളിറ്റിക്കൽ വീക്ഷണങ്ങളുള്ള ഭാര്യയും ഭർത്താവും പാടില്ല എന്നുണ്ട്. അങ്ങനെ എത്ര, ഇതിപ്പോൾ നമ്മൾ മിഡിൽ ക്ലാസ് കാര്യമല്ല ഞാൻ പറയുന്നത്. യു വിൽ സീ ദിസ് ഇൻ ലോവർ ക്ലാസ് രണ്ട് പൊളിറ്റിക്കൽ വീക്ഷണങ്ങളുള്ള ഭാര്യയും ഭർത്താവും ഉണ്ടാകാറുണ്ട്. അത് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ് അങ്ങനെയല്ല എന്നുള്ളത്. അത് ഈ ഒരു വളരെ ചെറിയൊരു പറ്റ മനുഷ്യരുടെ ലോക വീക്ഷണം കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയ ബോധവൽക്കരണം എന്നിവർ ഉദ്ദേശിക്കുന്നത് പാർട്ടികളിലേക്ക് സ്ത്രീകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, വിച്ച് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ബൈ ദ വേ. പക്ഷെ ബാക്കിയുള്ള രാഷ്ട്രീയ ബോധം ഓൾറെഡി സ്ത്രീക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പാർട്ടികളിലേക്ക് സ്ത്രീകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഇനിയും അനേകം സ്റ്റെപ്പുകൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പാർട്ടി മീറ്റിങ്സിന് വരുമ്പോഴത്തേക്ക് ആ ഒരു ദിവസമെങ്കിലും ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജോലി ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ലീഡർ പറയൂ. കാരണം പാർട്ടി മീറ്റിംഗ് നിങ്ങൾ പാർട്ടി മീറ്റിങ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് പാർട്ടി മീറ്റിംഗ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് 90% ആണുങ്ങളെയാണ് കാണുന്നത്. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വേറെ എവിടെ എന്തെങ്കിലും സ്ത്രീകളെ കൊണ്ടിരുത്തുകയാണെങ്കിൽ ആ സ്ത്രീകൾ അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ മോളെ 4 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും, ആ കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. കാരണം എന്താ, ആ വീട്ടിലുള്ള ലേബർ അങ്ങനെ തന്നെ കിടക്കുകയാണ്. തിരിച്ചു പോയി ഈ സ്ത്രീ തന്നെയാണ് ലേബർ ചെയ്യേണ്ടത്. ആ ഒരു ദിവസം പാർട്ടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ദിവസമെങ്കിലും ഒരു ഷെയർഡ് വർക്ക് വീട്ടിൽ വേണം എന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിന് ഇൻസിസ്റ്റ് ചെയ്താൽ എത്രയോ സ്ത്രീകൾക്ക് വരാൻ പറ്റും. അത് ആക്ച്വലി ഒരു കൾച്ചറൽ ചേഞ്ച് തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതൊന്നും നമുക്ക് വലിയ ബോധം, ആണുങ്ങളെങ്കിലും വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ കൾച്ചറൽ ചേഞ്ച് എഫക്റ്റ് ചെയ്യണോ നമ്മൾ ഒരിക്കലും
ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നത് ഒരു വലിയ ഒരു സെറ്റ് ഓഫ് മനുഷ്യരെ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ടറൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡിവോഴ്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പാർട്ടികളിലേക്ക് സ്ത്രീകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്തു കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ രാത്രികളിൽ മീറ്റിങ്ങുകൾ വെക്കുന്നത്, തിരിച്ച് സ്ത്രീകൾക്ക് സെക്യൂരിറ്റിയോടെ വീട്ടിൽ പോകാനുള്ള എന്താണ് ഇപ്പോൾ ബസ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ബസ് പ്രൊവൈഡ് ചെയ്യുക. ദൂരെയുള്ള മീറ്റിങ്ങുകളിൽ സ്ത്രീകൾ വന്ന് പങ്കെടുക്കണം എന്ന് നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ സുരക്ഷ, ആ സ്ത്രീകൾക്ക് വന്നു പോകാൻ, വീട്ടിൽ കുട്ടികളെ ഒറ്റയ്ക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ. കാരണം ഇതെല്ലാം ഈ ബേർഡൻ എല്ലാം സ്ത്രീകളുടെ ചുമരിലാണ് നമ്മുടെ സൊസൈറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് സ്ത്രീ പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള. ഈ ഷർട്ടും മുണ്ടും ഒക്കെ എനിക്ക് എൻ്റെ മറ്റൊരു ചോദ്യമാണ്, ഈ കാൻഡിഡേറ്റ്സ് എല്ലാം ഷർട്ടും മുണ്ടും ഒക്കെ തേച്ച് തരുന്നത് ഏകദേശം നമുക്ക് 195 കാൻഡിഡേറ്റ്സ് അല്ലേ, 194 കാൻഡിഡേറ്റ്സിൻ്റെയും ഷർട്ടും മുണ്ടും ഒക്കെ തേച്ച് കൊടുക്കുന്നത് ആരായിരിക്കും? അവരുടെ ഷർട്ടും മുണ്ടും അലക്കി കൊടുക്കുന്നത് ആരായിരിക്കും? സോ ഇതിൻ്റെ പുറകിൽ വലിയൊരു ലേബർ ഉണ്ടല്ലോ, വിച്ച് ഗോസ് ആബ്സല്യൂട്ട്ലി ഇൻവിസിബിൾ. അദൃശ്യമാക്കപ്പെട്ട ഒരു വലിയ ലേബർ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ലേബറിനെ ഒന്നും കണക്കിലെടുക്കാതെ പറഞ്ഞു കളയും സ്ത്രീകൾക്ക് പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സ്ത്രീകൾക്ക് പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത് പാർട്ടി സീറ്റ് കൊടുക്കുന്നത് മാത്രമല്ല, അതുപോലും കൊടുക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ പാർട്ടി സീറ്റുകൾ കൊടുക്കുന്നത് പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആണ്. നിങ്ങൾ രാഷ്ട്രീയ ബോധം, നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ ബോധം ഉണ്ടല്ലോ, ആ ബോധം സ്ത്രീകൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഫെസിലിറ്റീസും അല്ലെങ്കിൽ ബാക്കിയുള്ള ഫെസിലിറ്റേഷനും സപ്പോർട്ട് സിസ്റ്റവും ഒരിക്കലും മാത്രമേ, അല്ലെങ്കിൽ ആ ഹൗസ് ഹോൾഡ് ലേബറിൻ്റെ വീട്ടുജോലി എന്നുള്ള ട്രാപ്പിൽ നിന്ന് സ്ത്രീകളെ വെളിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു ഫീൽഡ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതിനുള്ള ടെറൈൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ആൻസർ ആരുടെ കയ്യിലും ഇല്ല. കാരണം എല്ലാവർക്കും പേടിയാണ്. പണ്ട് ലാലു പ്രസാദ് വിമൻസ് റിസർവേഷൻ ബില്ല് വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, റൊട്ടി കോൺ ബനായേഗ എന്ന്. അതായത് 50% സ്ത്രീകൾ പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചപ്പാത്തി ആരുണ്ടാക്കും എന്നുള്ളത്. ഈ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എല്ലാവർക്കും പേടിയാണ്. കാരണം ആർക്കും പണിയെടുക്കാൻ ഇഷ്ടമല്ല. ഈ പണി ഈ സ്ത്രീകൾ തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയാണ്. ഈ പാർട്ടിയിലുള്ള ആണുങ്ങളും ആ പാർട്ടിയിലുള്ള ആണുങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടൊരു കൾച്ചറൽ ചേഞ്ച് ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് സ്ത്രീകൾ പൊളിറ്റിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത് എന്നുള്ളത്. അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള ആൻസർ അവർക്ക് തന്നെ അറിയാം. അത് അംഗീകരിക്കുകയും ആ സപ്പോർട്ട് സിസ്റ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോൾ സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. 1. 2, നമ്മൾ ഈ സ്ത്രീ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ട്. അപ്പോൾ ഈ സ്ത്രീ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പലപ്പോഴും വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോളിസീസ് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് ഇവരുടെ പാർട്ടി സ്ട്രക്ചേഴ്സ് കാരണം തന്നെയാണ്. കാരണം പലപ്പോഴും പാർട്ടിയിലെ ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് തികച്ചും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിരിക്കുമ്പോഴും, അതേപോലെ അവർ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്ന് ഇവർ, നിങ്ങൾ എല്ലാ പാർട്ടിയുടെയും മാനിഫെസ്റ്റോ വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുമ്മാ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഞാൻ ഓഡിയൻസിനോടാണ് പറയുന്നത്. എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഭയങ്കര രസം തോന്നും. ഞാനിപ്പോൾ ഒരു 4 പാർട്ടികളുടെ എടുത്ത് നോക്കി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അതിലെല്ലാം തന്നെ വിമൻസ് കോളമുണ്ട്, സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. വളരെ നല്ല കാര്യം, ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോളം വരുന്നത് എനിക്ക് അഭിനന്ദാർഹമാണെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ അങ്ങനെ തോന്നത്തില്ല. പക്ഷെ അതിൽ പല കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്ക് ശരിക്കും സ്ത്രീക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല അവിടെ പറയുന്നത്. പലപ്പോഴും കുടുംബത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ചൈൽഡ് കെയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് 4-3 പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ എഴുതുന്നുണ്ട്. വിച്ച് വെരി ക്ലിയർലി നിങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീ തന്നെയാണ് കുട്ടിയെ നോക്കേണ്ടതെന്നാണ്. നിങ്ങൾ സ്ത്രീകളുടെ ഉന്നമനം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ മേക്ക് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ എന്നുള്ള ആ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നത് പലപ്പോഴും സ്ത്രീക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഇതുപോലെ വരുന്ന സെക്യൂരിറ്റി, സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നാടിൻ്റെ സുരക്ഷിതത്വമാണ്.
നാടിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം ബൈ ഡീഫോൾട്ട് അവിടെ ഓക്കെയാണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. അതൊരു വാഗ്ദാനമായിട്ട് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെത്തി. ഇത്ര കഷ്ടമാണ് നമ്മൾ ആലോചിച്ച് നോക്കിയത്. സ്റ്റേറ്റിൻ്റെ മനുഷ്യനുണ്ടാക്കിയ എന്താ? നമ്മുടെ എന്താണ് മനുഷ്യൻ്റെ വലിയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഉടലെടുക്കുന്ന ഒരു പർട്ടിക്കുലർ കാലഘട്ടമുണ്ട്. അതായത് മനുഷ്യൻ കിങ്ഡത്തിൽ നിന്ന് മോഡേൺ ഡെമോക്രസിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് മനുഷ്യനിർമ്മിതമാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ല ദൈവം ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. നമ്മൾ കുറേ ആൾക്കാരെ നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മുടെ ചില റൈറ്റ്സുകൾ അവർക്ക് ഭരമേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയാൻ ഞങ്ങളെ ഭരിച്ചോളെ. ആർക്കും ആരാലും ഭരിക്കപ്പെടുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി ഒരു സെറ്റ് ഓഫ് മനുഷ്യർക്ക് നമ്മുടെ പുറത്ത് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. അവരാണ് സ്റ്റേറ്റ് മെഷീനറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പെർമനൻറ്റോ ടെമ്പററി ആയിട്ടുള്ള എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ആ സോഷ്യൽ കോൺട്രാക്റ്റ്, ആ മാഗ്ന കാർട്ടയൊക്കെ വരുന്ന ആ ഒരു സമയം തൊട്ടുള്ള ആ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ബേസിക്കാണ് നിങ്ങളുടെ അന്നത്തെ സമയത്താണെങ്കിൽ പ്രജ, ഇന്നത്തെ സമയത്താണെങ്കിൽ പൗരർ. വലിയ വ്യത്യാസമുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളുടെ പ്രജയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പൗരർക്ക് നിങ്ങൾ സുരക്ഷിതത്വം പ്രദാനം ചെയ്യണമെന്നുള്ളതൊരു ബേസിക്കാണ്. ഇന്ന് അതൊരു ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വരുന്നത് എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നുകയാണ്. അത് ഗിവണാണ്, പക്ഷെ അതൊരു ഇലക്ട്രൽ പ്രോമിസ് ആയിട്ട് പറയുകയാണ് സ്ത്രീ സുരക്ഷിതത്വം ഞങ്ങൾ എന്താണ് ഉറപ്പ് വരുത്തുമെന്ന്. അതായത് വി ഹാവ് എ സിറ്റുവേഷൻ വെയർ 2014 കണക്കെടുത്ത് നോക്കിയാൽ കമ്പയർ ടു 2023 32% ഇൻക്രീസാണ് ഇന്ത്യയിലെ റേപ്പിൻ്റെ കാര്യത്തിൽ. നോബഡി സ്പീക്സ് അബൌട്ട് ദിസ് അൺഫോർച്ചുനേറ്റ്ലി. വിമൻ്റെ മോളസ്റ്റേഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. 92%, ആദ്യം അത് 94% ആയിരുന്നെന്ന് തോന്നുന്നു, 2 വർഷം മുമ്പേ വന്ന സർവേയിൽ. ഈ അടുത്ത് വന്ന സർവേയിൽ 92% സ്ത്രീകളും, അതായത് അവർ ഇൻ്റർവ്യൂ ചെയ്തതിൽ 92% സ്ത്രീകളും അവർ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്നുള്ള, എന്തെങ്കിലും ഹറാസ്മെൻറ്റ് നേരിട്ട്. ഇപ്പം ഭാവന, യു വുഡ് ഹാവ്, ഐ ഹാവ് പേഴ്സണലി ഡെൽറ്റ് വിത്ത് ഇറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കഷ്ടമാണെന്നല്ലേ. ആൻഡ് ഇതൊക്കെ ഭയങ്കര ഫ്ലിംസി ആയിട്ട്, റേപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ നമ്മളെ ഷോക്ക് ചെയ്യത്തുള്ളൂ. ബാക്കി എവറി ഡേ നടക്കുന്നതൊന്നും നമ്മളൊക്കെ നോർമലൈസ് ചെയ്തു കഴിഞ്ഞു. ഇത് സ്റ്റേറ്റ് ഓൾറെഡി എൻഷുർ ചെയ്യും. ഇതൊരു ഇലക്ടറൽ വാഗ്ദാനമായിട്ട് തരേണ്ടതല്ല. ഇത് എല്ലാ സ്റ്റേറ്റും എല്ലാ മനുഷ്യർക്കും കൊടുക്കേണ്ട ബേസിക് റൈറ്റാണ്. എന്നിട്ട് നാണമില്ലാതെയാണ് ഈ പാർട്ടീസ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എഴുതുന്നത് ഞങ്ങൾ സ്ത്രീ സുരക്ഷിതത്വം. എന്നിട്ട് അത് സ്ത്രീയുടെ കോളത്തിനകത്താണ്. ആക്ച്വലി ആ കോളം അപ്പുറത്തോട്ട് ഇട്ടിട്ട് പറയണം പുരുഷ ശാക്തീകരണം എന്ന് പറഞ്ഞിട്ടൊരു കോളം ഇട്ടിട്ട് അവിടെ ആക്ച്വലി പറയേണ്ടത് ഞങ്ങൾ പുരുഷന്മാരെ നന്നായിട്ട് ജീവിക്കാൻ പഠിപ്പിക്കും. അതല്ല ആക്ച്വലി ചെയ്യേണ്ടത്. സ്ത്രീ സുരക്ഷ എൻഷുർ ചെയ്യണമെന്ന് പറയുമ്പോൾ സ്ത്രീക്കൊന്നും പ്രശ്നമുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിമൻ ഒരു വീക്ക് കാറ്റഗറിയാണ്. ആ വീക്ക് കാറ്റഗറിയെ എങ്ങനെയൊക്കെയൊക്കെയോ ഞങ്ങളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ആ മാനിഫെസ്റ്റോയിൽ. സേഫ് ഡ്രിങ്കിങ് വാട്ടറിനെ കുറിച്ച് ആരും ഒരു മാനിഫെസ്റ്റോയിലും പറയുന്നില്ല. വിമൻ എഡ്യൂക്കേഷനിന് കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെ എടുക്കും മാനിഫെസ്റ്റോകളിൽ പറയുന്നില്ല. കോൺക്രീറ്റ്, അതായത് നിങ്ങളിങ്ങനെ വേഗമായിട്ട് ഞങ്ങൾ കുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഡ്രോപ്പ് ഔട്ട് റേഷ്യോയിൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് റേഷ്യോ ദളിത്തും ട്രൈബലുമായിട്ടുള്ള പെൺകുട്ടികളാണ്. പക്ഷെ അതിനെതിരെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആഫ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, NCRB റെക്കോർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതിന് ഒരു കോൺക്രീറ്റ് ആയിട്ട് ഇത് വളരെ ഈസി ആയിട്ട് സോൾവബിൾ പ്രോബ്ലം ആണ്. പക്ഷേ ഇതൊരു മേജർ ഇലക്ട്രൽ കാർഡല്ല. വേറെ പല കാർഡുകളും എന്താ നമുക്ക് രാഷ്ട്രീയ തർക്കിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതൊരു മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ദിസ് വിൽ ബി സ്വെപ്റ്റ് അണ്ടർ ദ റഗ്. അതുകൊണ്ട് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഇതിന് തരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ എല്ലാ ഇലക്ഷൻ മാനിഫെസ്റ്റോ വായിക്കുമ്പോഴും ഞാൻ ആലോചിക്കും ഇവർ സ്ത്രീകളെന്ന് ഉദ്ദേശിക്കുന്ന ഏത് സ്ത്രീകളെയാണ് എന്നുള്ളത്. കാരണം എല്ലാ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ ഒന്നല്ലല്ലോ. ഇപ്പം ഞാൻ PhD ഉള്ള ഒരു സ്ത്രീ ആയിട്ടിരിക്കുമ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങൾ എൻ്റെ അക്കാഡമിയിലുള്ള പ്രശ്നമായിരിക്കും. എൻ്റെ അമ്മ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അത് ദേഷ്യം വരുമായിരിക്കും മിക്കവാറും. അല്ല, എൻ്റെ അമ്മ ഇപ്പോൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള 60 വയസ്സ് ബെറ്റർ. എൻ്റെ അമ്മ 60 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്കുള്ള ജീരിയാട്രിക് പ്രോബ്ലംസ് വേറെ
ആയിരിക്കും. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കുള്ള പ്രശ്നം വേറെ ആയിരിക്കും. ഇതിനെല്ലാം സ്വീപ്പ് ചെയ്ത് ഒറ്റ മാനിഫെസ്റ്റോയുടെ അടിയിൽ ഒരു 7-8 കാര്യങ്ങളെ മാത്രം പറഞ്ഞ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. ഇത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ മാനിഫെസ്റ്റോകളിൽ എന്നാണ് നേരത്തെ സാറ ജോസഫ് പറഞ്ഞത് ദാറ്റ്സ് വെരി ആപ്റ്റ്, ഇന്ത്യൻ സിറ്റിസണിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ എന്താണ് പറയുന്നത്, ഇന്ത്യൻ സിറ്റിസന്റെ എന്ന് വിമണിനെ ഇങ്ങനെ ക്ലോയിസ്റ്റർ ചെയ്യാതെ, അതായത് നിങ്ങൾ വെട്ടിമാറ്റി വേറൊരു ഭാഗത്തേക്ക് വെക്കാതെ ഇന്ത്യൻ പൗരരുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ സ്ത്രീ പ്രശ്നങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അതിനു വേണ്ടിയുള്ള പോളിസി മേക്കിങ്ങിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് ഇലക്ഷൻ മാനിഫെസ്റ്റോകളിൽ വരുന്ന ഒരു സമയത്തെ സ്ത്രീയെയും തുല്യ പൗരയായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് ആൻഡ് ഈക്വലി ഡിസപ്പോയിൻറ്റിംഗ് ആണ് കേട്ടോ എല്ലാ പാർട്ടികളും. അവിടെ നമുക്ക് ഞാനിപ്പോൾ പേരുകൾ എടുത്ത് പറയുന്നില്ല, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. ഈ പേരുകളൊക്കെ തന്നെ എത്ര ഹൈന്ദവവൽക്കരിക്കപ്പെട്ട പേരുകളാണ് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ പല പാർട്ടികളുടെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കണം. പല പാർട്ടികളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പദ്ധതികളുടെ പേരുകൾ മാത്രം, അതൊരു വലിയ ടാസ്ക് അല്ലല്ലോ, പേരുകൾ മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കണം. എല്ലാ പേരുകളും ഹിന്ദു ദേവതകളുടെ പേരുകളാണ്. അതെനിക്ക് അപ്പം ഇവർക്ക് ഈ പേരുകൾ ഇങ്ങനെ കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും തോന്നാത്ത എന്താണെന്നാണ്. അപ്പം പല ഹിന്ദു ദേവതമാരുടെയും പേരിടുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ എന്നുള്ളൊരു ദളിത് ബഹുജൻ സ്ത്രീയുണ്ട്. ഐ ഹാവ് നെവർ ഐഡൻറ്റിഫൈഡ് വിത്ത് ദുർഗ, ഐ ഹാവ് നെവർ ഐഡൻറ്റിഫൈഡ് വിത്ത് സരസ്വതി, ഐ മൈറ്റ് ഐഡൻറ്റിഫൈ വിത്ത് മാരിയമ്മൻ. എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് മാരിയമ്മൻ എന്നുള്ളത്. കാരണം എൻ്റെ ജനതയ്ക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ള മനുഷ്യർക്ക് മാരിയമ്മൻ കോവിലുകളിൽ പോകാനുള്ള അധികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അമ്പലങ്ങളൊക്കെ ഞങ്ങൾക്ക് തുറന്നു കിട്ടിയ വളരെ റീസെൻ്റ് ആയിട്ടാണ്. അപ്പം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ദേവതാ സങ്കല്പങ്ങളുടെ പേരിട്ടിട്ടാണ് ഇന്നും ഒരു ഇന്ത്യൻ സ്ത്രീയെക്കുറിച്ചുള്ള പദ്ധതികൾ പല പാർട്ടികളും ഉണ്ടാക്കുമ്പോൾ ആ ടൈറ്റിലുകളാണ് കൊടുക്കുന്നത്. ഒരു മുസ്ലിം സ്ത്രീക്ക് എങ്ങനെ എന്ത് വിചാരിക്കും ഇത് കേൾക്കുകയാണെങ്കിൽ? അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ സീരിയസ്ലി വിചാരിക്കുന്നുണ്ട്, ഖദീജ പ്രോഗ്രാം എന്ന് പറഞ്ഞ്, എന്താണ് പ്രോഫറ്റിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീയാണ് ഖദീജ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഒരു പ്രോഗ്രാം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് വരാത്തത്? അല്ലെങ്കിൽ ഒരു പേര് അങ്ങനെ എന്തുകൊണ്ടാണ്? സോ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വിമൻ, റൈറ്റ്? ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെട്ട സ്ത്രീകളെയാണ് നിങ്ങൾ ഐഡിയൽ സ്ത്രീകളായിട്ട് ഈ അക്രോസ് പാർട്ടീസ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാനിപ്പം ആ ഒരു വിഭാഗത്തിൽ പെട്ട അല്ലാത്തൊരു സ്ത്രീ ആകുമ്പോൾ എനിക്ക് ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ആരെയാണ് ഉത്തമ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരിക്കലും ആ ഉത്തമ സ്ത്രീയുടെ മോൾഡിലേക്ക് കയറാനും കഴിയില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ചോദിക്കേണ്ടതാണ്. അത് താങ്ക്ഫുള്ളി ഈ വേൾഡിൽ പല സ്ഥലത്തും ഫെമിനിസത്തിൽ യു വിൽ സീ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആൻഡ് വൈറ്റ് ഫെമിനിസ്റ്റ് ഫൈറ്റിംഗ് വിത്ത് വൺ അനദർ, വൈയിങ് ഫോർ സ്പേസ്, ഇതൊക്കെ കാണാൻ പറ്റും. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഒരു ഡയലോഗുണ്ട്. പ്രോബ്ലംസ് ഇല്ല എന്നല്ല, ഒരുപാട് ഫ്ലോസ് ഒരുപാട് ഇഷ്യൂസും ഉണ്ട്. പക്ഷെ താങ്ക്ഫുള്ളി ഈവൻ ഫെമിനിസ്റ്റ് ഹൂ കം ഫ്രം എലീറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് അവർ വളരെ കൃത്യമായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു ഉണ്ട്. ഇങ്ങനെയുള്ള ഫോർമുലേഷൻസിനെ വെല്ലുവിളിക്കുന്നുണ്ട്. കാരണം ലാർജർ ഒരു സിസ്റ്റർഹുഡിൻ്റെ ഒരു ക്ലൈമറ്റ് അൺഫോർച്ചുനേറ്റ്ലി നമുക്കുണ്ട്. ആൻഡ് ഐ റിയലി തിങ്ക് ദാറ്റ് ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ സോളിഡാരിറ്റീസ് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ, താങ്ക്സ് ടു ഇപ്പം എൻ്റെ സ്റ്റുഡൻസിലൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ ഹോപ്പ് ഉള്ളത് കേട്ടോ. ഇപ്പം എൻ്റെ ടീച്ചേഴ്സ് എന്നോട് ഫെമിനിസം പറയുമ്പം എൻ്റെ ക്ലാസ്സിലുള്ള ഒരുപാട് ആൾക്കാർ ഇത് ഈ ടീച്ചറിന് വട്ടാണെന്ന് ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഫെമിനിസം പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ കുട്ടികൾ എന്നോട് കേൾക്കാറുണ്ട്. സോ ഐ ആം വെരി ഹോപ്പ്ഫുൾ ഓഫ് ദാറ്റ് ജനറേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിൽ എനിക്ക് വലിയ ഹോപ്പില്ലെങ്കിലും അടുത്ത ഇലക്ഷനിൽ എനിക്ക് നല്ല ഹോപ്പുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പർട്ടിക്കുലർ കാര്യത്തിൽ ക്യൂർ പ്രസ്ഥാനം നേടിയ വലിയ വിജയം, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 13ാമത്തെ പ്രൈഡായിരുന്നു നടന്ന ആ വലിയ വിജയം എനിക്ക് വലിയ ഹോപ്പ് തരുന്നുണ്ട്. ദാറ്റ് തിങ്സ് വിൽ ചേഞ്ച് ആൻഡ് തിങ്സ് ഹാവ് ടു ചേഞ്ച്. എന്താണ് 2 ടേം ഇപ്പോൾ തന്നെ BJP വിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പുതിയൊരു ഇലക്ഷനിലേക്ക് കിടക്കുകയാണ്. ഒരിക്കൽ കൂടി BJPയുടെ അല്ലെങ്കിൽ നിലവിലെ സർക്കാർ വരികയാണെങ്കിൽ ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ
എന്താണ് ഒരു സിറ്റുവേഷനിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരിക? എന്താണ് കാണുന്നത് മുന്നിലേക്ക്? വലിയ മാറ്റങ്ങൾ ഇനി വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണല്ലോ. അപ്പോൾ ഓൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ ഇനി എന്തായാലും മുങ്ങും. അപ്പോൾ ഇനിയും വെള്ളം കയറുന്ന ഒരു സിറ്റുവേഷനേ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് വലിയ ഉത്കണ്ഠ ഉള്ളത്, നമ്മളൊരു വലിയ സെഡക്റ്റീവ് ട്രാൻസിൽ പെട്ടിരിക്കുന്ന ഒരു ജനതയാണ്. നമ്മളെ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ തമ്മിലടുപ്പിക്കുകയും പല പ്രോബ്ലംസിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണലിസത്തിനെ ഒരു പുകമറയായിട്ട് കമ്മ്യൂണലിസത്തിനെ ഒരു പുകമറയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുകമറ നമ്മൾ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും തമ്മിൽ വർഗീയത എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യനും മുസ്ലിമും തമ്മിൽ വർഗീയത എന്ന് പറയുന്നു. നമ്മുടെ ഫുൾ ഐ എം നോട്ട് ഗെറ്റിംഗ് ദ മലയാളം ടേം നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ഈ വർഗീയ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും വലിയ കോർപ്പറേറ്റൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറകിൽ. ഈ കോർപ്പറേറ്റൈസേഷനെ കുറിച്ച് സംസാരിക്കാനുള്ള ഇടങ്ങൾ പോലും വളരെ വളരെ കുറവാണ്. നമ്മുടെ മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ, പെർട്ടിക്കുലർലി നമ്മുടെ TV ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മീഡിയ അതിൽ മോർ ദാൻ 75% ആണ് നോട്ട് ഷുവർ ഹിയർ. ഇപ്പം അബ്സല്യൂട്ട്ലി കോർപ്പറേറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റിപ്പോർട്ടഡും ആകുന്നില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഈ കോർപ്പറേറ്റൈസേഷൻ്റെ പല കാര്യങ്ങളും അറിയുന്നത്. നമ്മുടെ ട്രൈബൽ മനുഷ്യരുടെ മിനറൽ വെൽത്ത് എത്രയധികം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളത്. ഇപ്പം നമ്മൾ മണിപ്പൂരിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അവിടെ കോർപ്പറേറ്റ്സിന് വേണ്ടിയുള്ള ഒരു നിലമൊരുക്കുകയാണ് ഇപ്പം അവിടെ നടക്കുന്ന റയറ്റ്സിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് തന്നെ. ആൻഡ് ദിസ് ഇസ് ഹാപ്പനിങ് ത്രൂ ഔട്ട് ഇന്ത്യ. സോ ഈ വർഗീയതയുടെ ഈ പുകമറ മാറിക്കഴിയുമ്പോഴും, മേ ബി അത്ര വർഗീയമല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ പൊളിറ്റിക്സ് മാറിക്കഴിയുമ്പോഴും ഈ കോർപ്പറേറ്റൈസേഷൻ നമുക്ക് ചെയ്ത ഹാം അവിടെ തന്നെ കിടക്കും. അതായത് നമ്മൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ഉത്തർപ്രദേശ് പോലുള്ള ഒരു സ്ഥലത്ത് ഇറ്റ് ഈസ് അബൌട്ട് 37%. ഈ കുട്ടികൾ, അതായത് ഇപ്പം അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ഈ മനുഷ്യർ, ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ ദാറ്റ് ഈസ് ഇൻ അനദർ 10 years വന്നു കഴിയുമ്പം ഇത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ലാർജർ ഇഷ്യൂ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഒന്ന് നോട്ട് ജസ്റ്റ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, നമ്മുടെ റിസോഴ്സസ് ആബ്സല്യൂട്ട്ലി ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇന്ന് നമ്മൾ പറഞ്ഞിങ്ങനെ പറ്റിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് എന്നുള്ള. ഈ സോ കോൾഡ് ഡെവലപ്മെൻറ്റിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. ഇവരുടെ ലൈഫ് ഹിസ്റ്ററീസ് എങ്ങനെയായിരിക്കും എന്നുള്ള വലിയ ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പരകാല പ്രഭാകരൻ്റെയൊക്കെ വണ്ടർഫുൾ വർക്ക് ദ ക്രിക്കറ്റ് ടിമ്പ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്കാംസിൻ്റെ ഒരു ഹിസ്റ്ററി അതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു എക്കണോമിക് റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എത്ര നാളെന്ന് പറഞ്ഞ് ഫസാഡ് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ വലിയ ഉത്കണ്ഠ എനിക്കുണ്ട്. 1. 2, ഈ കമ്മ്യൂണലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ജനറേഷൻ അത് കംപ്ലീറ്റ്ലി ഇംബൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് ഇനി വരാൻ പോകുന്ന മൾട്ടിപ്പിൾ ജനറേഷൻസിനാണ്. ഇപ്പം റേസിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 14ാം നൂറ്റാണ്ടിൻ്റെ മുമ്പ് നമുക്ക് ലോകത്ത് അദറിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സേ കാണത്തുള്ളൂ. റേസിസം എന്ന് പറഞ്ഞ പ്രോബ്ലം നമ്മൾ അത്ര അധികമായിട്ട് കാണുന്നില്ല. ഈ റേസ്, അതായത് കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും നമ്മളെപ്പോലുള്ള ബ്രൗൺ മനുഷ്യരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ കറുത്ത വർഗ്ഗക്കാരൻ ഇൻഫീരിയർ ആണ് എന്ന് വെളുത്ത വർഗ്ഗക്കാരൻ ലോകം മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ 14th century തൊട്ട് സ്ലേവ് ട്രേഡ് തുടങ്ങുന്ന ആ ഒരു സമയം തൊട്ട് എസ്കലേറ്റ് ചെയ്ത് നമ്മളൊരു കൊളോണിയൽ എഡ്യൂക്കേഷൻ നമ്മളെല്ലാം പഠിപ്പിച്ചത് എന്താണ്, കറുത്ത വംശക്കാർ എന്ന് പറയുന്ന ആൾക്കാർ ഇൻഫീരിയർ ആണ്, അവർ വയലൻ്റ് ആണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചില്ലേ. ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് റേസിസം എവിടെ നിന്നാണ് വന്നത്? മലയാളിക്ക് ആക്ച്വലി ആഫ്രിക്കക്കാരനോട് ദേഷ്യപ്പെടേണ്ട ആവശ്യം ഒന്നുമില്ല. അവൻ ഇൻഫീരിയർ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രേഡ് ബന്ധങ്ങളുണ്ട് ആഫ്രിക്കയായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് ഈ ട്രേഡ് ബന്ധങ്ങളുണ്ട്. പക്ഷേ കൊളോണിയലിസം നമ്മളെ പഠിപ്പിച്ചതാണ് ഇവർ വയലൻ്റ് ആണെന്ന്. ആഫ്രിക്കക്കാർ വന്ന് കേരളീയരെ അറ്റാക്ക് ചെയ്ത ഒരു ഇൻസ്റ്റൻസ് എങ്കിലും നമുക്ക് കാണാൻ പറ്റൂ?
അറ്റാക്ക് ചെയ്ത് ഇംഗ്ലീഷ് ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തായിപ്പോയി, നമ്മുടെ മനസ്സിൽ ഇംഗ്ലീഷുകാരെ പഠിപ്പിച്ച ഒരു ഇമേജാണ് കറുത്ത വംശജൻ്റെ, വേർ ഹീ ഈസ് വയലൻറ്റ്, ഹീ ഈസ് അഗ്രസീവ്, ഹീ ഈസ് കോട്ട് ആൻഡ് കോട്ട് ഇൻഫീരിയർ ടു അസ്. അതിന്ന് നമ്മൾ പേരിക്കൊണ്ട് നടക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഇത്രയും സിനിമകൾ കണ്ടു, ആഫ്രിക്കയിൽ പോയ മനുഷ്യരുണ്ട്, ആഫ്രിക്കയിൽ ജീവിക്കുന്ന മലയാളികളുണ്ട്, എന്നിട്ട് പോലും നമ്മൾ ആഫ്രിക്കക്കാരനെ എന്തോ താഴ്ത്തിയാണ് കാണുന്നത്. എത്ര ജനറേഷനായിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് നിലനിൽക്കും. ഇഫ് യു ടീച്ച് പീപ്പിൾ ഹെയ്റ്റ്, ദാറ്റ് ഹെയ്റ്റ് വിൽ റിമെയിൻ. അത് റേസിസം ആണെങ്കിലും ശരി, പേട്രിയാർക്കി ആണെങ്കിലും ശരി, കൊളോണിയലിസം ആണെങ്കിലും ശരി, ഫാസിസം ആണെങ്കിലും ശരി. സോ ഇസ്ലാമോഫോബിയ അൺഫോർച്ചുനേറ്റ്ലി വിൽ റിമെയിൻ. അത് വളരെ ഇന്ത്യയുടെ സത്ത അല്ലാതാക്കിയെന്ന് അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ട ഒരു കാര്യമാണ്. അത് എത്ര ജനറേഷൻ്റെ ഹാമാണ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളതാണ് ആസ് എ ഹിസ്റ്റോറിയൻ എൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ. ഇത് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോഴത്തേക്ക് കുറേ പേരെങ്കിലും ഇതിനെതിരെ സംസാരിക്കാൻ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമായിരിക്കും ചിലപ്പം ബാക്കിയുള്ളത്. But the civilizational change to the essence of India has set in. So എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, ഏറ്റവും വലിയ I shouldn't be making it as a prediction because historians are not supposed to predict it. പക്ഷെ ആ ഒരു സിവിലൈസേഷണൽ ഡാമേജ് ഉണ്ടല്ലോ, അതൊരു ലാസ്റ്റിംഗ് ലെഗസി ആയിട്ട് ഒരു ഭരണകൂടം പേറേണ്ടി വരേണ്ടത് വലിയ കഷ്ടമാണ്. ആ കഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ എക്കണോമിക്കലി വന്ന കേടുപാടുകൾ താങ്ങുന്നത് പോലെ തന്നെ കൾച്ചറലി നമുക്ക് ഇന്ത്യയുടെ സോൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വന്ന പ്രഹരം, ആ ഒരു പ്രഹരത്തിൻ്റെ ആഴം എത്രയാണെന്ന് നമ്മൾ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് ഈ 1-2 ജനറേഷൻ, അതായത് അടുത്തൊരു 25 വർഷക്കാലം കഴിയുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകുള്ളൂ. പലപ്പോഴും ഇത് ബെയർ വരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും, നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും, അവരുടെ ബർഡൻ ആയിരിക്കും. പലപ്പോഴും ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യേണ്ട വന്നൊരു ജനറേഷൻ ഉണ്ടല്ലോ, ആ ബർഡൻ ബെയർ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടി വരും. ദാറ്റ്സ് അൺഫോർച്ചുനേറ്റ്, ബട്ട് that is the legacy that we see of the last 12 years. അതിന് ചരിത്രം അവരോട് ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. അങ്ങനെ ചരിത്രം ഇതൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ല. നിങ്ങൾ എത്ര ചരിത്രത്തെ തിരുത്തി എഴുതാൻ നോക്കിയാലും, നമ്മൾ എത്ര ചരിത്രത്തെ വക്രീകരിക്കാൻ നോക്കിയാലും, ചരിത്രം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കും. ആരാണൊരു ജനതയെ തെറ്റിച്ചതെന്നും ആരാണ് ഒരു ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നത്. ഇത്ര നേരം സംസാരിച്ചത്